ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡലി തയ്യാറാക്കിയാലോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ 9ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ട പച്ചരി ഞാനിപ്പോൾ 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 ഗ്ലാസ് ഉഴുന്ന്, പിന്നെ കുറച്ച് ഉലുവ ഇതും ചേർത്തിട്ട് നന്നായിട്ട് കുതിർത്ത് വെക്കണം. നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്ക് ചോറും ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, തരിതരിയായിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ ഇഡലി ഒരു പറ്റിപ്പില്ലാതെ കിട്ടുള്ളൂ. കൈ കൊണ്ട് നന്നായിട്ട് മാവ് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കണം. പിറ്റേന്നാകുമ്പോഴത്തേക്കും നന്നായിട്ട് മാവ് പൊങ്ങിയിട്ടുണ്ടാവും. അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടും അരിയുടെ ആ ഒരു പറ്റിപ്പും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് മാവിൻ്റെ ആ ഒരു പൊങ്ങലും ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അതിനുശേഷം ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കുന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് ഈ കൂട്ട് വെച്ച് കൊടുക്കാം. ഒരു 5-8 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി കുറച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഇഡ്ഡലി പാത്രത്തിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നോക്കിക്കേ, നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലിയാണ്. നമ്മുടെ പച്ചരിയുടെ കണക്കിനനുസരിച്ചിട്ടാണ് ഈ പറ്റിപ്പും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ പറ്റിപ്പുള്ള പച്ചരിയാണെങ്കിൽ കുറച്ച് ചോറ് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നോക്കിക്കേ, നമ്മളിത് ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം അത് സോഫ്റ്റ് ആണെന്നുള്ളത്. നമ്മുടെ മാവ് കൂടുതൽ അരയാനും പാടില്ല. അപ്പോൾ ഇഡലിയുടെ കൂടെ സാമ്പാറും ചട്നി ഉണ്ടായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.